ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പുളിയിഞ്ചി റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുളിയിഞ്ചിയേക്കാളും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റിയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കണേ. ഇപ്പോൾ ഇതാ വറുത്തെടുത്തതിന് ശേഷം വളരെ നൈസായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 20 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇനി ഇതിലോട്ടൊരു 10 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും കായപ്പൊടിയും ഒക്കെ വഴറ്റി ചേർക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 3 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഇഞ്ചി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങയും നല്ല പാകത്തിന് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയുടെയും തേങ്ങയുടെയും കളർ കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി പുളിയിഞ്ചി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കടായിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പുളി നന്നായിട്ട് പിഴിഞ്ഞ് ചണ്ടിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ചിട്ട് പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഈ സമയം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ കണ്ടോ, ശർക്കരയൊക്കെ മെൽറ്റായിട്ട് പുളി നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും തേങ്ങയും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക്, ഉലുവ, പെരിഞ്ചീരകം ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറുകി വരട്ടെ. ഈ സമയത്തിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കുറുക്കി ഉണ്ടാക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ പുളിയിഞ്ചി നോക്കിയാൽ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ ഇരിക്കുന്നതോറും ഒന്നുകൂടി കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഇത് നമ്മുടെ നാവിൽ കൊത്തിയൂറും രുചിയിലുള്ള പുളിയിഞ്ചി ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വാങ്ങി വയ്ക്കാം. ഇതിൻ്റെ രുചി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ, അത്രയും സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പുളിയിഞ്ചി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.